പാർട്ടിക്കുള്ളിൽ വിഭാഗീയത പുതിയ കഥയല്ല. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം പുതിയ കഥയല്ല. പരസ്യ പ്രകടനങ്ങൾ പോലും നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്പ്യാർ പറഞ്ഞ പോലെ VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ ഒന്നിലധികം തവണ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിരുന്നു. പക്ഷേ അപൂർവം ചില സന്ദർഭങ്ങൾ ഒഴിച്ചാൽ, ചില മാരാരിക്കുളങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അണികൾ മറ്റൊരു ചിഹ്നത്തിൽ കുത്താൻ അവരുടെ കൈവിറയ്ക്കും. CPM-നല്ലാതെ എന്തോ ആവട്ടെ, അവസാന നിമിഷം കുറച്ചുപേർ മാറി നിൽക്കുകയോ കുറച്ചുപേർ മടിച്ചു നിൽക്കുകയോ ചെയ്താലും വോട്ട് ചെയ്യാൻ പോകുന്നവർ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ മാത്രമാണ് വോട്ട് ചെയ്യാൻ കണ്ടിട്ടുള്ളത്. ഇത് മാറാൻ വേണ്ടിയുള്ള മടുപ്പ് എങ്ങനെയുണ്ടായി? ഇതെങ്ങനെ വന്ന് സംഭവിച്ചു? അനൂപ്, മാറാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷം വരും. പക്ഷേ അതിനൊപ്പം തന്നെ പാർട്ടിയും ഭരണവും എല്ലാം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷം കണ്ടത്. ഇതിനു മുമ്പ് 1987 നയനാർ ഭരിക്കുമ്പോഴും 96 നയനാർ ഭരിക്കുമ്പോഴും 2006 VS ഭരിക്കുമ്പോഴും പാർട്ടി സെക്രട്ടറിക്ക് ഭരണത്തിലൊരു കടിഞ്ഞാണുണ്ടായിരുന്നു. അത് എപ്പോഴും സെൽഭരണമെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ചെറിയ പതിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആദ്യം കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ പിടി ഭരണത്തിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് MV ഗോവിന്ദൻ വന്നതോടെ എല്ലാം പിണറായിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളെ CPM-ലുള്ളത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ്, അതിൻ്റെ എല്ലാം കൂടെ ഒരു ആകത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് പറയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ CPM ഇത് ചോദിച്ചു മേടിച്ചു എന്ന് തന്നെ പറയും. ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളടക്കം ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് അണികൾ ആഗ്രഹിച്ചിരുന്നതിന് തെളിവാണ് കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളടക്കം പലരും പറയായിരുന്നു അവിടെ പാർട്ടിയിൽ പോക്ക് അത്ര ശരിയായ രീതിയിലല്ല പാർട്ടിയിലെ പോകും. കാരണം പലർക്കും ഇത് പുറത്തു പറയാനൊരു ഭയമുള്ള ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം കൂടെ കൂടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രൂപത്തിൽ പുറത്തു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മറ്റൊരു സാഹചര്യമുണ്ട്. CPM-ലെ എല്ലാ കാലത്തും ഒരു തെരഞ്ഞെടുപ്പാണ് CPM-ലെ ഒരു പാർട്ടി തലത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഉൾപാർട്ടി വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം 96 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റു. ആ VS-ന്റെ തോൽവി CPM-ൽ പിന്നീട് അടുത്ത പാർട്ടി സമ്മേളനത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. 97 തുടങ്ങുന്ന പാർട്ടിയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളോടുള്ള വലിയ മാറ്റമുണ്ടായി. അന്നത്തെ C2 ലോബിയെ VS പക്ഷം വെട്ടി അരിയുന്നൊരു കാഴ്ചയുണ്ടായി. ഇപ്പോൾ CPM ഇപ്പോൾ അതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് കാണേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ CPM-ലും ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. അതിൻ്റെ അലികുലികളാണ് കാണാൻ തുടങ്ങുന്നത്. കാരണം സാധാരണയായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തന്നെ ഈ പിണറായി വിജയനും MV ഗോവിന്ദനും വലിയ ചർച്ച നടന്നു. അപ്പോൾ അവിടുത്തെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 30-35 വർഷമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു തുറന്ന് ചർച്ച നടന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ചില മാറ്റങ്ങൾക്ക് നേതാക്കളും താഴെത്തട്ടുള്ള നേതാക്കളും അണികളും തയ്യാറെടുക്കുന്നു എന്ന് നമുക്ക് കൂട്ടി വായിക്കെടുക്കുന്നു. കാരണം ഒരു വർഷം കഴിഞ്ഞാൽ പാർട്ടിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ സമ്മേളനങ്ങൾ നടക്കും. ആ സമ്മേളനങ്ങൾ ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നേതൃത്വം തുറന്നു പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഏരിയ കമ്മിറ്റികളിൽ തുറന്നു പറച്ചിൽ നടക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ പാറശാല ഏരിയ സെക്രട്ടറി തന്നെ പറഞ്ഞു പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ ഒഴിയണം, പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ഒഴിയണമെന്ന് പറഞ്ഞു. ഇന്നൊരു ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞു അത് MLA സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം കൂടെ എന്ന് പറഞ്ഞാൽ ഈ CPM-ൽ തലമുറ മാറ്റത്തിന് മുതിർന്ന നേതാക്കളിൽ പിണറായിയും MV ഗോവിന്ദനും അടക്കമുള്ളവർ തയ്യാറാകുന്നില്ല എന്ന് കാണാൻ കഴിയണം. കാരണം ഇതിനു മുമ്പ് നടന്ന കഴിഞ്ഞതിൻ്റെ തൊട്ടുമുമ്പത്തെ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ അടിമുടി പൊളിച്ചെഴുതി. അതായത് 75 വയസ്സ് പ്രായപരിധി മാറ്റി പകരം 42-45 വയസ്സുള്ള ആളുകളെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൊണ്ടുവന്നു. ആ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൊണ്ടുവന്നപ്പോഴും അവർക്ക് താല്പര്യമുള്ള ആളുകളാണ് സംസ്ഥാന സെക്രട്ടറി പോരുന്നത്. ഉദാഹരണം തിരുവനന്തപുരത്ത് തന്നെ MV ജയകുമാറിനെ പോലെ ഇപ്പോൾ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ് MV ജയകുമാർ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് മനുഷ്യക്കോട്ടയും മനുഷ്യച്ചങ്ങലൊക്കെ നടക്കുന്നത്. ആളുകളൊക്കെ പലരെയും വെട്ടി നിർത്തപ്പെട്ടു. ഇപ്പം T ശശീരൻ ഇപ്പോൾ DYFയുടെ സംസ്ഥാന സെക്രട്ടറി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ കഴിഞ്ഞപ്പോൾ CPM-ന്റെ സ്റ്റാർ ക്യാമ്പിനായിരുന്നു ശശീരൻ. ആ ശശീരൻ തന്നെ ഈ അടുത്ത കാലത്താണ് ഒരു ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരികുന്നത്. ഇതുപോലെ പല കമ്മിറ്റികളുണ്ട്. ഇപ്പം വസന്തൻ ഇപ്പം UP ജോസഫ് SFIയുടെ ഒരു കാലത്തെ താരമായിരുന്നു. ഇപ്പം നമ്മുടെ KN ബാലഗോപാൽ KN ബാലഗോപാൽ SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സെക്രട്ടറി ആയിരുന്ന ആളാണ് UP ജോസഫ്. ആ UP ജോസഫിനെ പോലെ ഒരാൾക്ക് ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിൽ വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അതിൻ്റെയൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും സെക്രട്ടറിയിലേക്കും വരാനുള്ള ഒരു പാലവും എന്ന് പറഞ്ഞാൽ പിണറായി സ്തുതിയാണ് വേണ്ടത്. അപ്പോൾ പിണറായി സ്തുതിയിലൊക്കെ പലരും വെട്ടി നിർത്തപ്പെട്ടു. പിണറായിയുടെ ചംച്ചകൾ മതി. അതായത് ഈ പാർട്ടിയിൽ പ്രവർത്തന പാരമ്പര്യം, സമര പാരമ്പര്യം, നേതൃപാടവം, ഈ സംഘാടന മികവ്, ഇതൊക്കെ പരിഗണിച്ച് ആൾക്കാരെ ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ പല IPL ടീമുകളും നടത്തുന്ന പോലെ ടാലന്റ് ഹണ്ട് അല്ലെങ്കിൽ ടാലന്റ് സ്കൗട്ടിംഗ് നടത്തി ആൾക്കാരെ കണ്ടെത്തി വാർത്തെടുക്കുന്ന ഗ്രൂം ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു. രഞ്ജിത്ത് അമ്പാടി 2 കാര്യങ്ങൾ. ഒന്ന്,
തുറന്ന ചർച്ചയാവാം, തുറന്ന വിമർശനമാകണമെന്ന് പറയുമ്പോഴും വിമർശനം ഒക്കെ നടത്തിക്കൊട്ടെ, പക്ഷേ പാർട്ടി സെക്രട്ടറിയായിട്ട് എം വി ഗോവിന്ദനും പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയനും തുടരും. അതിൻ്റെ താഴെ നിന്നുള്ള വിമർശനം മതി എന്നാണോ, അതോ അതിലും താഴെ തട്ടിലേക്ക് ഇപ്പോൾ അനൂപ് സൂചിപ്പിച്ചതുപോലെ പാർട്ടി സമ്മേളനങ്ങളോടുകൂടി യഥാർത്ഥ തെരഞ്ഞെടുപ്പുകൾ നടക്കുമോ? കാര്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ സ്പോൺസേഡ് ആയിരുന്നു. ഒന്ന് ഔദ്യോഗിക വിഭാഗവും ഒന്ന് വിമത വിഭാഗവും. ഇതിനപ്പുറത്തേക്ക് പാർട്ടി കാണുന്ന ഉൾപാർട്ടി ജനാധിപത്യം റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു മാറ്റത്തിലേക്ക് നയിക്കാനുള്ള സൂചനയാണോ അതോ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണോ ഈ ന്യായീകരിച്ച് മെഴുകുന്നതിലൂടെ കാണുന്നത്?